പ്രതിപക്ഷം പറഞ്ഞത് മുഴുവൻ ശരിയാണ്, ശരിയാണ്, ശരിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം, രാജിവെക്കണം, രാജിവെക്കണം. അൻവറെ എന്നാ പറ്റി? അല്ല, ഞാനിപ്പോ നിയമസഭയിലല്ലേ, പുല്ല് ഉള്ള MLA സ്ഥാനവും കളഞ്ഞു. അവസാനം UDF എടുക്കുന്നവർക്ക് UDF വേണ്ടി കുറെ ഗർവാണം അടിച്ച്, കുറെ കാലും പിടിച്ച് എന്തൊക്കെ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഞാൻ നടത്തിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. പോരാത്തതിന് ഫേസ്ബുക്കിൽ ഇപ്പൊ കമാന്നൊരു അക്ഷരം എഴുതിയിടാൻ പറ്റാത്ത അവസ്ഥയായി. തന്തയ്ക്ക്, തള്ളയ്ക്ക്, മുത്തിക്ക്, മുതുമുത്തിക്കൊക്കെയാണ് ആൾക്കാർ വിളിക്കുന്നത്. വന്നിപ്പോ എന്നെ എല്ലാവരും ഓന്തേന്നാണ് വിളിക്കുന്നത്. എന്തൊരവസ്ഥയാണ്. MLA സ്ഥാനം ഉണ്ടായിരുന്നപ്പോ പട്ടിയുടെയെങ്കിലും വില ഉണ്ടായിരുന്നു. ഇപ്പൊ വന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ 10 ലൈക്ക് പോലും തികച്ച് കിട്ടണല്ലോ. ഞാൻ രാവിലെ മുതല് നമ്മുടെ സഭ ഇങ്ങനെ നോക്കിക്കാണുകയാണ്. നമ്മുടെ സഭാ TV അതിലിപ്പോ നോക്കിക്കാണാനാണല്ലോ എനിക്ക് പറ്റുള്ളൂ. സഭാ TV ഇങ്ങനെ സഭ നടക്കുന്നതൊക്കെ കാണുമായിരുന്നു. കണ്ടോണ്ടിരുന്നപ്പോ ഞാൻ എന്റെ സീറ്റ് വല്ലാതെ മിസ് ചെയ്തു. ഇനിയിപ്പോ ഇവിടെ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ UDF ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാം എന്നൊക്കെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അതോടുകൂടി തന്നെ എന്റെ കാര്യം തീരുമാനത്തിലാകും. ഇനിയിപ്പോ എന്തൊരു ചെയ്യാൻ? തൃണമൂൽ കോൺഗ്രസിൽ കയറിയ പിന്നെ എന്റെ MLA സ്ഥാനം പോയി, എല്ലാം പോയി. അതെ, സതീശേട്ടാ, സുധാകരേട്ടാ, ഞാൻ ആരും മൈൻഡ് ചെയ്യണ്ട. പണ്ട് MLA സ്ഥാനം ഉണ്ടായിരുന്നപ്പോ എല്ലാരും മൈൻഡ് ചെയ്യലുണ്ടായിരുന്നു. എന്തൊക്കെ മേളമായിരുന്നു. PV അൻവർ MLA, ഇപ്പോ വെറും PV അൻവർ. തൃണമൂൽ കോൺഗ്രസിൽ കാല് ചവിട്ടിയതിന്റെ അറിയാനുണ്ട് കേട്ടോ. ചവിട്ടിയപ്പോ തന്നെ MLA സ്ഥാനം പോയി. MLA സ്ഥാനം പോയതോടുകൂടി തന്നെ ഒരു പട്ടിക്കും വേണ്ടാതായി. ഒരാളും, ഒരു പ്രവർത്തകനും, ഒരു രാഷ്ട്രീയ നേതാവും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. സുധാകരേട്ട, സതീശേട്ട എന്നൊന്നും വിളിച്ചിട്ട് ഒരു കാര്യമില്ല. UDF കയറി പറ്റാൻ പഠിച്ച പണി 18 നോക്കി. നമ്മൾ കണ്ടതാണ്. ഒരു രാഷ്ട്രീയ നേതാവിന് തരം താഴാൻ കഴിയുന്നതിനപ്പുറം തരം താന്ന് അതിനപ്പുറം കാല് പിടിച്ച് നാണം കെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് താനെന്ന് PV അൻവർ തുറന്ന് കാണിച്ചു തന്നു നമ്മളെ, അല്ലെ? ഓരോ ആഴ്ചയിലും ഓരോ പാർട്ടിയായിരുന്നു. അങ്ങനെ മാറി 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 ഇപ്പൊ വന്ന് ബംഗാളി മലയാളി ഹിക്കയായിട്ട് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോ ദീദിയുടെ ഒപ്പമാണ്. ഇനിയിപ്പോ അണ്ണൻ ഇപ്പൊ ബംഗാളി ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ദൈവത്തിന് അറിയാം. ഇനിയിപ്പോ ബംഗാളി ഭാഷയിലായിരിക്കും പ്രതികരണങ്ങൾ മുഴുവൻ. ഈ PV അൻവർ എന്ന് പറയുന്ന ഈ മുതല് ഇപ്പോ ഫേസ്ബുക്കിൽ ഇങ്ങനെ തച്ചിരുന്ന് എഴുതിയിട്ടുകൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങളെ. ഒരാളും മൈൻഡ് ചെയ്യുന്നില്ല. ആര് മൈൻഡ് ചെയ്യാനാണ്? ഇനി PV അൻവറെ ഒന്ന് ബംഗാളി ഭാഷയിൽ എഴുതിയിട്ട് പോകും. ചിലപ്പോ ബംഗാളി പത്രങ്ങളൊക്കെ ചിലപ്പോ കൊടുത്താലോ, മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക, 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 അല്ലെങ്കിൽ ഞാനിപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയനെ രാജിവെപ്പിക്കും, ഇപ്പൊ ഞാൻ താഴെ ഇറക്കും ഈ സർക്കാരിനെ എന്നൊക്കെ പറഞ്ഞിറങ്ങിയ മനുഷ്യനാണ്. അവസാനം MLA സ്ഥാനമില്ല. ഇപ്പൊ വന്ന് ഒന്ന് ചവിട്ടി നിൽക്കാൻ ഒരു നല്ല പാർട്ടി പോലും ഇല്ലാത്ത അവസ്ഥയായി. എങ്ങനെ നടന്ന മനുഷ്യനാ ആണല്ലേ? ഇപ്പോ സത്യത്തിൽ PV അൻവർ എന്ന പേര് കേൾക്കുമ്പോ എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ, പാർട്ടിക്കെതിരെയൊക്കെ നിരവധി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തെ അടിക്കാനുള്ള ഒരു വടി ഉണ്ടാക്കി കൊടുത്ത് PV അൻവർ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമൊക്കെയാണ് കാഴ്ചവെച്ചത്. അവസാനം എന്താണ് സംഭവിച്ചത്? അതായത് ഭരണപക്ഷത്തിരുന്നു കൊണ്ട് തന്നെ ഭരണപക്ഷത്തിന് പണി കൊടുത്തവൻ പ്രതിപക്ഷത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയില്ലെന്ന് ആര് കണ്ടു എന്ന ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. അപ്പൊ അവര് തീരുമാനിച്ചു, നമുക്ക് PV അൻവർ വേണ്ട. അങ്ങനെ PV അൻവറിനെ അവർ നൈസായിട്ട് ഒഴിവാക്കി. അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായല്ലോ. MLA സ്ഥാനം രാജിവെച്ച ശേഷം ഒരു മാപ്പ് മെഴുകൽ നടത്തി. അതായത് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഞാൻ ഉന്നയിച്ച 150 കോടി ആരോപണം അത് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി പറഞ്ഞിട്ടാ എന്നൊരു പെരുന്നുണ പറയുന്ന സാഹചര്യം ഉണ്ടായി. എന്റെ മാപ്പ് VD സതീശൻ സ്വീകരിക്കണമെന്ന്. അങ്ങനെ സതീശൻ അതും സ്വീകരിച്ച് സതീശന് മേൽ ഈ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ ശരങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് അവസാനം പുഷ്പം പോലെ എടുത്ത് അണ്ണനെ, അതായത് അൻവറിനെ എടുത്ത് കളയുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ അപ്പോഴും സതീശനും അൻവറും രക്ഷപ്പെട്ടില്ല എന്നുള്ളതാണ്. ഈ PV അൻവർ നടത്തിയ പ്രതികരണം പെരുന്നുണയായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. അങ്ങനെ തെളിഞ്ഞു. അതായത് H ഹഫീസിനെ അറിയാമല്ലോ, കേരള കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ്. അദ്ദേഹം പറഞ്ഞു, അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന് ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതി കൊടുക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, അൻവർ ഈ തെളിവും അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് ചോദിച്ചപ്പോൾ അൻവർ എന്റെ അടുത്ത് പറഞ്ഞു, അത് KPCC പ്രസിഡന്റ് K സുധാകരൻ തന്നതാണെന്ന്. അപ്പൊ അങ്ങനെ ഇരിക്കണം. ഇവരും കൂടി നല്ല ഐക്യമാണെന്ന് ഏറെക്കുറെ മനസ്സിലായി കാണുമല്ലോ ഈ സുധാകരനും സതീശനും തമ്മിൽ. അതും കഴിഞ്ഞു അവസാനം ഗോവിന്ദൻ മാസ്റ്റർ ഒരു കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ കത്തിന്റെ കോപ്പി പുറത്തു വന്നു. അതിൽ പറയുന്നു PV അൻവർ സ്വന്തമായി കണ്ടെത്തിയതാണെന്ന് അതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോ ഈ PV അൻവർ നടത്തിക്കൊണ്ടിരുന്നത് മുഴുവൻ പെരുന്നുണയാണെന്ന് ആ ഒരൊറ്റ ദിവസം കൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലായി.
അവസാനം എന്താണ് സംഭവിച്ചത്? സതീശനെ സുഖിപ്പിച്ചുകൊണ്ട്, സുധാകരനെ സുഖിപ്പിച്ചുകൊണ്ട് UDF-ൽ കയറിപ്പറ്റാമെന്നോർത്ത് നടത്തിയ വാർത്താ സമ്മേളനം തേഞ്ഞൊട്ടി അവസാനം എല്ലാവരും എങ്ങനെ എടുത്ത് എറിഞ്ഞു PV അൻവറിനെ. ഇപ്പൊ പെട്ടിരിക്കുകയാണ്. ഇപ്പൊ സഭാ TV നോക്കിയിരിക്കുകയായിരിക്കും. സഭാ TV നോക്കിയിരിക്കുമ്പോ ഇപ്പോ നിലമ്പൂർ MLA PV അൻവർ എന്ന് വിളിക്കുന്നത് നോക്കിയിരിക്കുകയായിരിക്കും. ഇനിയിപ്പോ അങ്ങനെ വിളിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ പോയി മത്സരിച്ചാൽ പോലും ജയിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. ഈ ഇടക്കാലത്ത് ഷാജൻസ് കറിയേറി എന്തോ തമ്പയ്ക്ക് എന്തോ വിളിക്കുന്ന ഒരു കാഴ്ച കൂടി കാണുന്ന ഇടയുണ്ടായി. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണേ. എങ്ങനെ കിടന്ന മനുഷ്യനാണ്, എങ്ങനെ നടന്ന മനുഷ്യനാണ്. അവസാനം ഈ മനുഷ്യന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഒരു കാര്യമേ പറയാനുള്ളൂ, എടുത്തുചാട്ടം ഒന്നിനും ഒരു പരിഹാരമല്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ PV അൻവർ. വല്ലാത്ത എടുത്തുചാട്ടമായിരുന്നു. അവസാനം എന്തായി? പവനായി ശവമായി എന്ന് പറയുന്നത് പോലെയായി. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞതും കേട്ട് സർക്കാരിനെതിരെ അതുപോലെ തന്നെ പാർട്ടിക്കെതിരെയൊക്കെ രംഗത്തേക്ക് വന്നു. അന്നേ എന്തോ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, എന്തോ ചില ഒരു അവസരവാദ രാഷ്ട്രീയമാണ് ഇദ്ദേഹം പയറ്റുന്നതെന്നൊക്കെ പറഞ്ഞ് നിരവധി ആളുകൾ വന്നപ്പോഴും അൻവർ അങ്ങനെയൊക്കെ ചെയ്യൂ എന്നൊക്കെയായിരുന്നു പലരും ചോദിച്ചുകൊണ്ടത്. പിന്നെ എല്ലാവർക്കും മനസ്സിലായി അൻവർ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. ഇപ്പോ അൻവർ എല്ലാ പാർട്ടിയിലേക്കും പോയല്ലോ. DMK പോകാൻ നോക്കി, അവിടുന്ന് സ്റ്റാലിൻ ചവിട്ടി പുറത്താക്കി. അതിനുശേഷം പലയിടങ്ങളിലും പോകാൻ നോക്കി. പിന്നെ അതുപോലെ തന്നെ UDF പോകാൻ നോക്കി, അവരും ചെരിപ്പൂരി ഓടിച്ചു. അവസാനം തൃണമൂൽ കോൺഗ്രസിൽ പോയി ചാടി. തൃണമൂൽ കോൺഗ്രസ് എന്തോ വലിയ സംഭവമാണ് നമ്മുടെ കേരളത്തിൽ എന്ന രീതിയിലൊക്കെയാണ് അണ്ണം പറഞ്ഞ് നടക്കുന്നത്. ചിലപ്പോൾ ഒരു പക്ഷെ പെരുമ്പാവൂർ പോയി നിന്നിട്ട് ഒരു മൈക്കും പിടിച്ച് അൻവറെ ബംഗാളി ഭാഷ പഠിക്കണേ, ബംഗാളി ഭാഷ പഠിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഗീർവാൺ അടിച്ചു നോക്കിയാൽ ചിലപ്പോൾ കുറച്ച് ബംഗാളിമാരൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അവർക്കൊന്നും ഇവിടെ ഈ പറയുന്നത് പോലെ പ്രത്യേകിച്ച് വോട്ട് എല്ലാവർക്കും കാണാൻ സാധ്യതയില്ല. അതുകൊണ്ട് അൻവർ ഒരു കാര്യം ശ്രദ്ധിക്കണം. അവരെയും വെച്ചുകൊണ്ട് ഈ പറയുന്നത് പോലെ കേരളം പിടിക്കാൻ പറ്റും എന്നൊന്നും കരുതി നിങ്ങൾ അത്തരത്തിലുള്ള പ്രതികരണമൊക്കെ നടത്തി വീണ്ടും ഏറിലേക്ക് പോകരുത് എന്നാണ് പറയാനുള്ളത്. വേണമെങ്കിൽ ഒരു കാര്യം നടക്കും കേട്ടോ, അവിടെ പോയി പെരുമ്പാവൂര് പോയിട്ട് ഈ പറയുന്ന ഭായിമാരുമൊക്കെ ആയിട്ടൊരു ബന്ധം ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈ പറയുന്ന PV അൻവറിന് ബംഗാളി ഭാഷ പഠിക്കാൻ പറ്റും.